ഹലോ ഫ്രണ്ട്സ്, ഞാനു ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉൾപ്പെടുത്താൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ ഇപ്പം ഒരുപാട് ലെവൽ 20 ക്ലാൻസ് ഉണ്ട്, ലെവൽ 21 ക്ലാനുകളും ഉണ്ട്. ആദ്യം നമ്മുടെ കാഴ്ചപ്പാടിൽ ആകെ ഒരു ലെവൽ 20 ക്ലാനേ ഉണ്ടായിരുന്നുള്ളൂ വേൾഡിൽ തന്നെ. ശേഷം ലെവൽ 20 വന്നു. ഇപ്പം ലെവൽ 21 ആയിട്ട് 3-4 ക്ലാനുകളുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന മറ്റൊന്നുമല്ല, വേൾഡിൽ ആദ്യം ഉണ്ടായിരുന്ന ലെവൽ 20 ക്ലാൻ ആയിരുന്നതോ ഇതെന്തോ ചൈനീസിലെന്തോ എഴുതിയിട്ടുണ്ട്, അറിയില്ല. അപ്പം ഈ ക്ലാൻ എന്ന് പറഞ്ഞാൽ വേൾഡിലെ തന്നെ ഫസ്റ്റ് ലെവൽ 20 ആൻഡ് 21 ക്ലാനാണത്. ഇപ്പം ലെവൽ 20 ക്ലാനുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ലെവൽ 21 ക്ലാനുകളും ഒരുപാടുണ്ട്. ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ ലാസ്റ്റ് ഒന്ന് വായിച്ചാൽ അറിയാം, വി ആർ റെഡി ടു റീച്ച് ലെവൽ 22 ഫസ്റ്റ്ലി. അതായത് ഇവരാവും വേൾഡിൽ ലെവൽ 22 ഫസ്റ്റ് ആവാൻ പോകുന്ന ക്ലാനുകളാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കാര്യം ഇതല്ല, തികച്ചും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ജസ്റ്റ് ക്ലാൻ സെർച്ചിൽ പോയിട്ട് ഫിൽറ്ററിൽ മിനിമം ക്ലാൻ ലെവൽ എന്നുള്ള ഓപ്ഷന് മാക്സിമം ആക്കി വെക്കുക. അതായത് ലെവൽ 20 എന്ന ഒരു ഇതിൽ സെറ്റ് ചെയ്യുക. ശേഷം ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ലെവൽ 20 ആയ ഒരുപാട് ക്ലാൻ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോഴല്ല ഇതിലെ ഒരു സ്ട്രേഞ്ച് തിങ് കിടക്കുന്നത്. കുറച്ചും കൂടി താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇനിയൊന്ന് അങ്ങോട്ടേക്ക് നോക്കൂ. എഫ് വെച്ചിട്ട് സെയിം ക്ലാനുകളല്ലേ കിടക്കുന്ന, എല്ലാം ലെവൽ 20 ആയിട്ട് സെയിം ലോഗോ. ഇങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 ക്ലാനുകൾ ഒരേ നെയിമിലുണ്ട്. അതായത് 9 ക്ലാനുകൾ ഒരേ നാമത്തിൽ അറിയപ്പെടുന്നു, അതും ലെവൽ 20. ഇതൊരു സ്ട്രേഞ്ച് തിങ് അല്ലേ? ഇനിയിപ്പം ഇതെന്തോ ചൈനീസിൽ എന്തോന്ന് എഴുതിയിരിക്കുന്നത്. എനിക്ക് ചൈനീസ് അറിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചൈനീസോ വായിക്കാനോ എഴുതാനോ അറിയുന്നുണ്ടെങ്കിൽ ഇതെന്താണ് എന്നൊന്ന് പറഞ്ഞു തരിക. എല്ലാത്തിൻ്റെയും ലെവൽ 20 ക്ലാനുകൾ എല്ലാത്തിൻ്റെയും എന്താണ് ലോഗോ സെയിമാണ്. നെയിം സ്റ്റാർട്ട് വിത്ത് ക്യാപ്സ് എഫിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇത്രയും ലെവൽ 20 സ്ട്രേഞ്ച് തിങ്സ് ഉണ്ട്. പിന്നെ അടിയിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഗുജറാത്ത് ഫോഴ്സ് എന്ന് പറഞ്ഞ ലെവൽ 20 ക്ലാൻ ഉണ്ട്. എല്ലാം സൂപ്പർ മാർട്ട, അങ്ങനെ ഒരുപാട് ലെവൽ 20 ക്ലാൻസ് ഉണ്ട്. അപ്പം വേൾഡിൽ തന്നെ ഇങ്ങനത്തെ ഒരു തിങ്, അതായത് തികച്ചൊരു വ്യത്യസ്തമായൊരു ഇത്രയും ലെവൽ 20 ക്ലാനുകൾ ഒറ്റയ്ക്ക് ഒരാൾ മാനേജ് ചെയ്യണോ, അതോ ഇനി അവർ നാടിൻ്റെ തന്നെ ഒരു ഇതാണോന്നും അറിയില്ല. ഇതിൻ്റെ ലീഡറിൻ്റെ ഇങ്ങനെയാണ്. നമുക്ക് മറ്റേ ക്ലാനിൽ പോയിട്ട് ലീഡറിൻ്റെ നോക്കാം. ലീഡർ ഇല്ല ഇതിന്. ഇതിൻ്റെ ലീഡർ എവിടെ? ഈ ക്ലാനിൻ്റെ ലീഡർ കാണാനില്ല. ഇനിയിപ്പോൾ ഞാൻ സ്പീഡിൽ അടിച്ച് പോകണോണ്ടാണോ? എന്താവട്ടെ. ഓക്കെ, ലീഡർ ഇതാ കിടക്കുന്നു. ലീഡർ കിട്ടി. അപ്പം ഇതാണ് ലെവൽ 20 ക്ലാൻസിൻ്റെ ഒരു കൂട്ടം. ഒരേ നാമത്തിൽ തന്നെ ഒരു കൂട്ടം ലെവൽ 20 ക്ലാനുകൾ ഒരേ ലോഗോയിൽ. ഇതൊരു സ്ട്രേഞ്ച് തിങ് ആണ്. പിന്നെ വേൾഡിൽ ഫസ്റ്റ് ലെവൽ 22 ക്ലാൻ ആവാനായിട്ട് വേൾഡിൽ ഫസ്റ്റ് ലെവൽ 20 ഓർ 21 ക്ലാന് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ബുക്ക് മാർക്കിൽ കാണിച്ചു വെച്ചിരുന്നത് ഈ ക്ലാന്. നെക്സ്റ്റ് വേൾഡ് ലെവൽ 22 ക്ലാൻ ആവാനാണ് ഈ ഒരു ക്ലാന് പോവാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ വരെ അതൊന്ന് ഇടാം, ക്ലാൻ കോഡ്. അപ്പം ഇതൊക്കെ ഒരു സ്ട്രേഞ്ച് ക്ലാൻസാണ്. നമ്മളിപ്പോൾ കാണിച്ചിരുന്ന ലെവൽ 20 ക്ലാന് അത്രയും ക്ലാൻ ഒരാൾ തന്നെ മാനേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരേ നെയിമിൽ എല്ലാം ലെവൽ 20 റീച്ച് ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു തികച്ചൊരു വേൾഡ് റെക്കോർഡിന് തുല്യം തന്നെയാണ്. അതായത് ഒരേ നാട്ടുകാർ തന്നെ ആവും, സെയിം ലോഗോ, സെയിം നെയിം സ്റ്റാർട്ട് വിത്ത് എഫ്. അപ്പോൾ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളതോ അല്ലെങ്കിൽ ഒരാളുടെ തന്നെ ക്ലാൻ ആവാം അവരൊക്കെ. അപ്പം
ഇതൊരു സ്ട്രേഞ്ച് തിങ് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കുക. നമുക്ക് ഏതായാലും ഒരു ലൈവ് അറ്റാക്കിന് പോയി നോക്കാം. ലൂട്ട് കിട്ടുമോ അറിയില്ല. ലൂട്ടിന് വേണ്ടിയിട്ടാണ്, എനിക്ക് കുറേ ട്രൂപ്സിനൊക്കെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ലൂട്ടിന് നല്ല ആവശ്യമുണ്ട്. നമുക്ക് ലൂട്ട് കിട്ടുമെന്ന് നോക്കാം. എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ ലൂട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് ക്രിസ്റ്റൽ ലീഗിലാണ്. ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ് ക്രിസ്റ്റൽ ലീഗിൽ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ലൂട്ട് കിട്ടുന്നു. കാരണം ഒന്നുമല്ല, ഒരുപാട് ഡെഡ് ബേസുകൾ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ കുറേ റഷ്ഡ് ബേസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ബേസിക്കലി അതിൽ തന്നെയാവും ഏറ്റവും കൂടുതൽ ലൂട്ട് കിട്ടുക. ഇതെന്താ എഴുതിയിരിക്കുന്നത്? മഹൽ മഹൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഡാർക്ക് വേണം, അത്യാവശ്യം കുറച്ച് ഡാർക്ക് കിട്ടുന്ന ആരെങ്കിലും. ഇത് 4 ലക്ഷം വെച്ച് രണ്ടും ഈച്ച് ഗോൾഡ് ആൻഡ് എലിക്സർ 4 ലക്ഷം വെച്ച് കിട്ടും. നമുക്ക് അത് രണ്ടും അല്ല ഇപ്പോൾ ആവശ്യം. ഡാർക്ക് കിട്ടുന്നവരെ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എന്നാൽ പിന്നെ നല്ല ലൂട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളെ കണ്ട് അടിക്കും. അത് പിന്നെ ആരായാലും ശരി, ലൂട്ട് ഒന്നായി കിട്ടുകയാണെങ്കിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല ഉണ്ടെങ്കിൽ. അത് 5 ലക്ഷം ഗോൾഡ്, 5ൻ്റെ അടുത്ത് തന്നെ എലിക്സറും ഉണ്ട്. ബട്ട് ഡാർക്ക് മാത്രമില്ല, ഡാർക്കും കൂടി കിട്ടണം. ഓക്കെ, പക്ക ഡെഡ് ബേസാണ് വന്നിട്ടുള്ളത്. തടിക്കാൻ 4 ലക്ഷം വെച്ച് കിട്ടും. 2Kൻ്റെ അടുത്ത് ഡാർക്കും കിട്ടും. നമുക്ക് വേണമെന്ന് അടിച്ചു നോക്കാം. ഫുള്ള് കിട്ടുമോയെന്നറിയില്ല. മാക്സിമം ലൂട്ടിനായിട്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് പതുക്കെ മിനിയൻസിനെ അങ്ങ് ഇറക്കി കൊടുക്കാം. മിനിയൻസ് ആകുമ്പോൾ പിന്നെ പതുക്കെ എന്നാണ്ട് എടുത്തോളൊക്കെ. ഞാൻ 20 മിനിയൻസിനെയാണ് എടുത്തിരുന്നത്. ചാർജ് തീർന്നല്ലോ. അതെ, ഇത് 3 സ്റ്റാർ കിട്ടാൻ വല്ല ചാൻസും ഉണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നു 3 സ്റ്റാർ കിട്ടുന്നു? 3 സ്റ്റാർ കിട്ടിയില്ലേ? 2 സ്റ്റാറായി. അപ്പോൾ മാക്സിമം ലൂട്ട് നമുക്കിതൊന്ന് അടിക്കാം. നമ്മളിപ്പോൾ ഏതായാലും ട്രോഫി പുഷിങ്ങിൽ നോക്കില്ല. ഞാൻ എൻ്റെ TH10 മാക്സിമം അതിന് ശേഷം ട്രോഫി പുഷിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ട്രോഫി പുഷ് ചെയ്യാം. അപ്പോൾ ട്രോഫി പുഷിങ്ങിൻ്റെ ടിപ്സും വീഡിയോസൊക്കെ ഞാനപ്പോൾ ചെയ്യും. അപ്പോൾ മാക്സിമം കണ്ടിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം എല്ലാവരും. പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു സൂപ്പർ സെൽ ID റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാം. അതങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യക്കാരുടെ അതാണല്ലോ നമുക്ക് വലിയ കാര്യം. നമ്മുടെ വ്യൂവേഴ്സിൻ്റെ സന്തോഷമാണ് നമുക്ക് വലുത്. അപ്പോൾ ഞാൻ അതിനെ വെച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കെല്ലാം അത്യാവശ്യം ലൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്റ്റാർ ബോണസും കിട്ടി. ആരെങ്കിലും ഓൺലൈനിലുണ്ടോ? ഓക്കെ, ഏതായാലും ഞാൻ വീഡിയോ ഇനി വലിച്ചിട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ തന്നെ ഒരുപാട് നേരമായി എന്നറിയാം. ഓക്കെ, എത്രയും ഇപ്പോൾ 9 മിനിറ്റ് 10 മിനിറ്റിൻ്റെ അടുത്തായില്ലേ? ഓക്കെ, ഏതായാലും ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വളരെ സന്തോഷമുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് കാണാനുണ്ട്. പോരാത്തതിന് 700 സംതിങ് സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. പിന്നെ ഇനിയിപ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതേപോലെ തന്നെ സപ്പോർട്ട് ഇനി മുന്നോട്ട് അങ്ങോട്ട് ഉണ്ടാവണം. ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇതിൻ്റെ ഇടയുണ്ടോ? 2 ദിവസം കഴിഞ്ഞാൽ ക്ലാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യില്ലേ? അയ്യോ, ഞാനിപ്പോഴാണ് കാണുന്നത്. അയ്യോ മറന്നുപോയി. സോറി. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഏതായാലും എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.
ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുതേ. ഓക്കെ ബൈ.